ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു മിക്സറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെയിൽ ചെയ്യാനും ഒക്കെ പറ്റണ ഒരു റെസിപ്പിയാണ് കേട്ടോ. വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് 1 കിലോ കടലമാവ് എടുത്തിട്ടുണ്ട്. 1 കിലോ കടല കപ്പലണ്ടില്ലേ അതെടുത്തിട്ടുണ്ട്. കടലമാവൊന്ന് നല്ലോണം അരിക്കണം. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല കട്ടകളുണ്ടെങ്കിൽ ഒന്ന് അത് നൂൽപുട്ടിൻ്റെ ഇതിലിട്ടിട്ട് വേണം അത് പിഴിഞ്ഞെടുക്കാൻ. അപ്പോൾ കട്ടകളുണ്ടെങ്കിൽ അത് അതിൻ്റെ ഹോളിൽ നിന്ന് ശരിക്കും ഇങ്ങോട്ട് വരില്ല. അപ്പോൾ നന്നായി ഒന്ന് അരിച്ചെടുക്കുക. കടലമാവ് വലിയൊരു ഇതിൻ്റെ കണ്ണിയുള്ള അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുക. പിന്നെ ഒരു 250-300 ഗ്രാം ഗ്രീൻ പീസ് കുതിർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ കടലമാവിലേക്ക് ഒരു 2.5 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഉപ്പ് ഒക്കെ നോക്കിയിട്ട് നന്നായി ഉപ്പും മുളകൊക്കെ നോക്കണം. എരിവ് കൂടി മുളകും പൊടി ഉണ്ടാവും, കുറഞ്ഞതുണ്ടാവും. ഇതൊരു കുറച്ച് എരിവുള്ളതാണ്, അത് കാരണം അത്ര ഇട്ടുള്ളൂ. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യേണ്ടി വരും, എന്നാലും എല്ലാവർക്കും ഒരുപോലെ മിക്സായി കിട്ടുള്ളൂ. മിക്സ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം 1 കപ്പ് കടലമാവ് മാറ്റി വെച്ചിട്ടുണ്ട് ബൂന്തി ഉണ്ടാക്കാൻ. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. എല്ലാതും നന്നായി മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് എടുക്കുക. നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണ ഒരു പരുവത്തിലാവണം കേട്ടോ. നൂൽപുട്ട് പിഴിഞ്ഞെടുക്കില്ല, അതേപോലെ അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണത്. വെള്ളം കൂടിയാൽ ശരിയാവില്ല. അങ്ങനെ കണ്ടില്ലേ. അതുപോലെ എടുക്കുക. പിന്നെ ബാക്കി 1 കപ്പ് കടലമാവ് മാറ്റി വെച്ചതിൽ ഒരു 1/4 ടീസ്പൂണ് സോഡാപ്പൊടി, അപ്പക്കാരം, അതിട്ടിട്ട് നന്നായി ഒന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്നൊരു അധികം ലൂസും ആവാൻ പാടില്ല, അധികം ടൈറ്റും ആവാൻ പാടില്ല. ആ തരത്തിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നോക്കുക. കുറേശ്ശെ ഒഴിച്ചാൽ മതി. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ആക്കിയെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇതുപോലെ ഈ ബൂന്തി ഉണ്ടാക്കണ അരിപ്പാണിത്, സാധാ അരിപ്പല്ല. അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അരിപ്പയിൽ നമ്മളെ അപ്പക്കൊരിയില്ലേ അതെടുക്കുക. എന്നിട്ട് ഈ തിളച്ച എണ്ണയിലേക്ക് അതിലേക്ക് ഒഴിച്ചാൽ, ആ കയ്യിലെ മുകളിൽ ഒഴിച്ചാൽ ഇങ്ങനെ ചെറിയ ബോളായി കിട്ടും. വേറൊരു കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഹോളിൽ കൂടെ ഇങ്ങനെ ബോളായിട്ട് ചെറിയ ബോളായിട്ട് ഇങ്ങനെ വീഴും. ഇത് കറക്റ്റായിട്ടുള്ള വെള്ളം ആവണം, എന്നെങ്കിൽ അത് ഉരുണ്ട് വരുള്ളൂ. അതിൽ മിക്സറിലൊക്കെ ചെറിയ ബോൾസായിട്ട് കിടക്കണ കണ്ടില്ലേ അത്. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയാം. ഞാനിത് സെയിൽ ചെയ്യണ കാരണം, ഞാൻ സെയിൽ ചെയ്യാൻ പറ്റിയവർക്കായ കാരണം ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണത്. വീട്ടിലൊക്കെ ആണെച്ചെങ്കിൽ ഇതിൻ്റെ പകുതി അളവിലെടുത്തിട്ട് ചെയ്താൽ മതി. വീട്ടിലേക്കൊക്കെ മിക്സർ ഉണ്ടാക്കാൻ വെച്ചെങ്കിൽ അല്ല ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാൻ, അങ്ങനെ ആർക്കെങ്കിലും വിരുന്നിനൊക്കെ പോകുമ്പോൾ കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത്, കണ്ടില്ല. അങ്ങനെ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വീഴുമ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ ഇത് ശരിയായെങ്കിൽ ഇങ്ങനെ ബോളായിട്ട് വരുള്ളൂ. ഇത് വേഗമാവും. ഒന്ന് എടുത്തിട്ടൊന്ന് പൊട്ടിച്ച് വയ്ക്കില്ല, നല്ല ക്രിസ്പി ആയെങ്കിൽ നമുക്ക് എടുക്കാം.
ബോളായിട്ട് നല്ല എണ്ണ ചൂടുണ്ടാവണം. എളുപ്പമാണ് മിക്സർ ഉണ്ടാക്കാൻ. ഉണ്ടോ? അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ മാവിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ ആ സേമിയം പോലത്തെ ഇതില്ല അതുണ്ടാക്കാൻ ഒരു നൂൽപുട്ടിൻ്റെ അച്ചിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുറച്ച് എടുത്തിട്ട് നമ്മൾ നൂൽപുട്ടുണ്ടാക്കണം അതേമാതിരി തന്നെ എണ്ണയിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. തിളച്ച എണ്ണയിലേക്ക് ഇന്ന് പെട്ടെന്ന് തന്നെ ഈ സേവ ഉണ്ടാക്കാൻ പറ്റും. രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ ആവും. തിളച്ച എണ്ണയിൽ കരിയാണ്ട് കളറ് പോവാണ്ട് എടുക്കണം. കരിഞ്ഞാൽ ടേസ്റ്റ് മാറും, കളറും മാറും. കുറച്ച് എണ്ണ, 1 കിലോ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ കടയിലൊക്കെ വാങ്ങുമ്പോൾ കുറേ എണ്ണയിൽ ഉണ്ടാക്കണമല്ലേ. ഇവിടെ ആകുമ്പോൾ നമ്മൾ അത്ര അധികം എണ്ണയിൽ ഉണ്ടാക്കുകയും വേണ്ട, ബാക്കി എണ്ണ കളയുകയും ചെയ്യാമല്ലോ. കുറച്ച് എണ്ണയല്ലേ ബാക്കി വരുള്ളൂ. കടയിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും ആ എണ്ണയിൽ. ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കണമല്ലേ. വീട്ടിലൊക്കെ ഇരുന്നിട്ട് ചെറിയ വരുമാനം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എല്ലാ സേവ ഞാൻ അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോ കപ്പലണ്ടി, അത് 2 വട്ടമായിട്ടാണ് ഞാൻ 1/2 കിലോനായിട്ടാണ് വറുത്ത് പൊരിച്ചെടുക്കണത്. അത് കപ്പലണ്ടി കുറച്ച് ടൈം എടുക്കും, ചെറിയ തീയിലിട്ടിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ 2 വട്ടമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ തൊലി പോകണ്ടെന്നൊന്ന് നോക്കുക. തൊലി പോകണ്ടുണ്ടെങ്കിൽ അതായി ഉണ്ടാവും. എന്നാലും ഒന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് തിന്ന് നോക്കിയാൽ മതി, ആയി ഉണ്ടോയെന്നറിയാമല്ലോ. അങ്ങനെ തന്നെ കടല വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് തൊലിയോട് കൂടിയിട്ട് ചതച്ചിട്ട് ആ എണ്ണയിലിട്ടിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഒരു പ്രത്യേക ഫ്ലേവറാണ്. അത് ഇഷ്ടമല്ലാത്തൊരു അത് സ്കിപ്പ് ചെയ്തോ. അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഒന്ന് വറുത്തെടുക്കുക. ഗ്രീൻ പീസ് ഇതുപോലെ കുറച്ച് ടൈം എടുക്കും. ആയാൽ ഗ്രീൻ പീസൊക്കെ ഒന്ന് പൊന്തി വരും, കളറൊക്കെ മാറി ഒന്ന് പൊന്തി വരും. ഗ്രീൻ പീസൊക്കെ പച്ച കളർ ആൾക്കാർ കളർ ചേർക്കണം. ശരിക്കും ഗ്രീൻ പീസ് വെന്താൽ കളറൊന്നുമില്ല, പച്ച കളറൊക്കെ പോകും. പിന്നെ അവരതിൽ പൊടികളൊക്കെ ഇട്ടിട്ട് പച്ച കളറാക്കണതാണ്. ഗ്രീൻ പീസ് ഒരു വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഒരു ടേസ്റ്റാണ് ഗ്രീൻ പീസൊക്കെ ഇട്ടാൽ, വറുത്തിട്ടാൽ. അപ്പോൾ ഒരു 250 ഗ്രാം ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില, വേപ്പില നല്ല ഫ്രഷായിട്ടുള്ള വേപ്പില വേണം. ഈ ചൂടുള്ള ഈ കടലയിൽക്കും ഗ്രീൻ പീസിൽക്കൊക്കെ 1 ടീസ്പൂണ് മുളകും പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ്, 1/4 ടീസ്പൂണ് കായം ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ഈ ചൂടോടുകൂടി അതിൻ്റെ മുകളിലേക്ക് ഇടുക. അത് നമ്മൾ എരിവിനനുസരിച്ച് അതിലൊന്നും എരിവ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് അതിൻ്റെ മുകളിലിടുക. പിന്നെ കറിവേപ്പിലൊന്ന് പൊട്ടിച്ച് നോക്കുക, അങ്ങനെ മുരിഞ്ഞിട്ടുണ്ടോയെന്ന്. മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പില എടുക്കുക. പിന്നെ ഒരു 1/2 കിലോ പൊട്ടുകടല പെട്ടെന്ന് ആവണൊരു ഇതാണ്. എണ്ണയിലിട്ടിട്ടൊന്ന്
ലാസ്റ്റ് ഇട്ടാൽ മതി പൊട്ടുകടല. ചിലപ്പോൾ ഒന്നൊരു പത പോലെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് അടങ്ങിയാൽ അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നോക്കുക, ഒന്ന് കൈ കൊണ്ടൊന്ന് എടുത്ത് നോക്കി വെക്കുക പൊട്ടുണ്ടാകുന്നു. പെട്ടെന്നാവണതാണ് പൊട്ടുകടല. അപ്പോൾ ഇത് കൂടുതലും ഇടുക, ടേസ്റ്റാണ്. ഞാൻ 1 കിലോയിലേക്ക് അര കിലോ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാതും കൂടെ ഇതുവരെ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണവരാണെന്നുവെച്ചെങ്കിൽ ഇതുവരെ ഉള്ളത് കണ്ടാൽ മതി. ബാക്കിയുള്ളതൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയവർക്കുള്ളതാണ് കേട്ടോ. ഇനി വീഡിയോ കുറച്ച് ലെങ്ത് ആവും. അത് കാരണം ഇതുവരെ വീട്ടിലൊക്കെ ഉണ്ടാക്കണവർക്കാണെന്നുവെച്ചെങ്കിൽ ഇതുവരെ ഉള്ളത് കണ്ടാൽ മതി. ഇനി സെയിൽ ചെയ്യണവർക്കാണെന്നുവെച്ചെങ്കിൽ ഇതൊക്കെ എല്ലാതൊന്ന് പൊട്ടിച്ചെടുക്കുക. ഈ സേവ അതിലേക്ക് ബൂന്തി ഇടുക, പിന്നെ കടലയും പൊട്ടുകടലയും ഗ്രീൻ പീസും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഈ ഇതിലേക്കിടുക, നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സർ റെഡിയായി. പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് കുറവുണ്ടെങ്കിൽ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കുക. ഇതുവരെ നിങ്ങൾ കണ്ടാൽ മതി. ബാക്കി സെയിൽ ചെയ്യണവർക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യുക. അതിന് ബാക്കിയുള്ളത് കണ്ടാൽ മതി. കണ്ടില്ല, നല്ല അടിപൊളി മിക്സറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുവെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ ആൾക്കാരാണെന്നുവെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 1/4 കിലോനായിട്ട് ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്യാനുള്ളത്. ഇങ്ങനെ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെറുതായിട്ടൊക്കെ ചെയ്യുക. ഒരു വെയിറ്റിംഗ് മെഷീനും ഒരു സീലിംഗ് മെഷീനും ഉണ്ടായാൽ മതി. ഇതെല്ലാം അതുപോലെ കവറിലാക്കുക, സീൽ ചെയ്യുക. 2 പ്രാവശ്യം ഒന്ന് സീൽ ചെയ്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് സീലായി ഉണ്ടാവും. പിന്നെ സ്റ്റിക്കർ, ലൈസൻസൊക്കെ എടുക്കണമെങ്കിൽ ലൈസൻസ് എടുക്കുക. അതിന് 10-200 റുപ്യ വരുള്ളൂ. 200-300 റുപ്യയുടെ ഉള്ളിലേ വരുള്ളൂ. ഒരാഴ്ച കൊണ്ട് അക്ഷയയിൽ പോയാൽ കിട്ടണം. വീട്ടിലിരുന്ന് ചെയ്യണ ഒരു ഇതാണെന്ന് പറഞ്ഞാൽ ചെയ്യാൻ ആദ്യം ഡോക്ടറെ അടുത്ത് പോയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. പിന്നെ അതായിട്ട് നമ്മൾ അക്ഷയയിൽ പോയാൽ മതി. അപ്പോൾ അവർ ഒരാഴ്ചയുടെ ഉള്ളിൽ തരും. അധികം ചിലവൊന്നുമില്ലത്. സെയിലായിട്ട് എല്ലാവരും സെയിൽ ചെയ്യാൻ പറ്റിയ സെയിൽ ചെയ്യുക. ഒരു 1/4 കിലോയിലും ഒരു 5 ഗ്രാം കൂടുതൽ ഇട്ട് കൊടുക്കാറുണ്ട്. കറക്റ്റ് അളവായിട്ടല്ല, ഒരു 5 ഗ്രാം കൂടുതൽ ഇട്ട് കൊടുക്കും. അപ്പോൾ എല്ലാവരും അസ്സലാമു അലൈക്കും.